പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-ാം വചനം. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പേ. അതെ, യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ. സ്തോത്രം. ആരാണ് ഈ ശാശ്വതമായ പാറ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു. ഹല്ലേലൂയ. അന്ന് ഇസ്രായേൽ മക്കൾ അനുഗമിച്ച പാറ ആരായിരുന്നു? അത് യേശു ക്രിസ്തുവായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശു ക്രിസ്തുവിന് യാതൊരു മാറ്റവുമില്ല. സാഹചര്യങ്ങൾക്കൊത്തവണ്ണം മാറുന്ന ഒരു യേശുവിനെയല്ല നാം ആരാധിക്കുന്നത്. നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് സ്വഭാവം മാറ്റുന്ന യേശുവിനെയല്ല നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ സ്തോത്രം ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വാഗ്ദത്തങ്ങളെയും വാക്കുകളെയും ആലോചനകളെയും വ്യതിചലിപ്പിക്കുന്ന യേശുവിനെയല്ല നാം ആരാധിക്കുന്നത്. യേശു ക്രിസ്തു എന്നേക്കും അനന്യനാകുന്നു. യേശു ക്രിസ്തു മാറാത്ത ദൈവമാകുന്നു. അതുകൊണ്ട് യാക്കോബിൻ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്ന് സ്തോത്രം മലാഖിയുടെ പുസ്തകത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു. ദൈവം മാറാത്തവൻ. ആകാശം മാറും, ഭൂമി മാറും, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും. സ്തോത്രം. സമുദ്രം ഹല്ലേലൂയ കരകവിഞ്ഞൊഴുകും. 46-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വചനത്തിലേക്ക് നാം വായിക്കുന്നു, ഭൂമി മാറിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും എന്തൊക്കെ സംഭവിച്ചാലും പ്രൈസ് ദി ലോർഡ്, ദൈവം അതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തു മാറാത്ത ദൈവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശാശ്വതമായ പാറ, എന്നേക്കും നിലനിൽക്കുന്നൊരു പാറ നമുക്കുള്ളത് കൊണ്ട് ആ യേശുവിൽ, ആ ദൈവത്തിൽ എന്നേക്കും ആശ്രയിപ്പി. ദൈവത്തെ തന്നെ ആശ്രയമായിരിക്കുന്ന തൻ്റെ മക്കളെ ദൈവം ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കൊടുങ്കാറ്റടിക്കാം, പെരുവെള്ളം കവിഞ്ഞു വരാം, അഗ്നി ശോധനകൾ നടുവിലൂടെ നാം കടന്നു പോയെന്ന് വരാം. സിംഹഗുഹയിൽ ദാനിയേൽ ഒറ്റപ്പെട്ടവനായി തള്ളപ്പെട്ടതുപോലുള്ള അവസ്ഥകളിൽ അടയ്ക്കപ്പെട്ട, ഒതുക്കപ്പെട്ട, ഒറ്റപ്പെട്ട മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നതുപോലെ സകലതും നഷ്ടപ്പെട്ട് കണ്ണുനീരിൻ്റെ, ദുഃഖത്തിൻ്റെ, നിലവിളിയുടെ അനുഭവത്തിൽ നാം കടന്നു വന്നെന്നറിയാം. ഏത് സാഹചര്യത്തിലും യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ധൈര്യപ്പെടുക. ഹല്ലേലൂയ. ശാശ്വതമായൊരു പാറ നമുക്കുണ്ട്. സ്തോത്രം. 73-ാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ 26-ാം വചനത്തിൽ ആസാഫ് ഭക്തൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ മാംസവും എൻ്റെ ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. സ്തോത്രം, സ്തോത്രം. അദ്ദേഹം പറയുന്നു, എൻ്റെ മാംസം ക്ഷയിച്ചു പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരം, നമ്മുടെ മാംസം അത് നിശ്ചയമായി ക്ഷയിച്ചു പോകുന്നതാണ്. ബലഹീന ശരീരമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതുമാത്രമല്ല, ഹൃദയം ക്ഷയിച്ചു പോകുന്നു. പലപ്പോഴും ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങളിൽ മാനസികമായി നാം ക്ഷീണിച്ചു പോകാറുണ്ട്, മാനസികമായി തകർന്നു പോകാറുണ്ട്. ക്ഷയിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ നാം ഫേസ് ചെയ്യുമ്പോൾ, അത്തരത്തിലുള്ള പ്രതിസന്ധികൾ നാം നേരിടേണ്ടി വന്നാലും, നാം നമ്മുടെ മാംസത്തിലും നമ്മുടെ ഹൃദയത്തിലും നാം അത് അനുഭവിച്ചാലും, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര മാംസം ക്ഷയിച്ചു പോയാലും, ഹൃദയം ക്ഷയിച്ചു പോയാലും, ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം എന്നേക്കും ഒരു പാറയായി എന്നോട് കൂടെയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു പാറയായി മാറാത്തവനായി. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി. ഹല്ലേലൂയ. അന്ത്യം വരെ വഴി നടത്തുന്ന കർത്താവായി, ലോകാവസാനത്തോളം എല്ലാ നാളും എന്നോട് കൂടെ എൻ്റെ ദൈവമുണ്ട്. സ്തോത്രം. ആ പാറ എൻ്റെ ഹൃദയത്തിലുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് ഉറപ്പോട് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. സ്തോത്രം. നിശ്ചയമായി ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നാം കേൾക്കുമ്പോൾ നാം
ഏതവസ്ഥയിലായിരുന്നാലും പരിശുദ്ധാത്മാവ് നമ്മെ കാണുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ അറിയുന്നു. ഉറപ്പോട് പറയാമോ, എൻ്റെ മാംസം എൻ്റെ ഹൃദയം ക്ഷയിച്ചു പോകുന്നു കർത്താവേ, ഞാൻ ഈ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആമേൻ. മറ്റാർക്കും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ, എത്ര എൻ്റെ ഹൃദയം ക്ഷയിച്ചു പോയാലും, ഞാൻ മാനസികമായി തളർന്നാലും, ശാരീരികമായി ക്ഷയിച്ചു പോയാലും, എൻ്റെ ഹൃദയത്തിൻ്റെ പാറയായി, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ഉറപ്പുള്ള ആമേൻ പാറയായി ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ദൈവം എന്നോട് കൂടെയുണ്ട്. ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ ഓഹരിയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ പാറയാണ്. അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല, അതുകൊണ്ട് ഞാൻ തളർന്നു പോകത്തില്ല, അതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല. സ്തോത്രം. ഉറപ്പോടുകൂടി നാം പ്രഖ്യാപിക്കുമ്പോൾ, അത് നമ്മുടെ വായ കൊണ്ട് നാം വിളിച്ചു പറയുമ്പോൾ തന്നെ ദൈവശക്തി നമ്മുടെ അതരത്തിലൂടെ, ആമേൻ, സ്തോത്രം, നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കും, നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിക്കും. നാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈ വചനം ചലിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവർത്തികളെ കണ്ട്, ആമേൻ, 28-ാം വചനത്തിൽ നാം സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? അങ്ങയുടെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ അങ്ങേ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പാറയായി, ഹൃദയത്തിൻ്റെ പാറയായി യേശുവിനെ നമ്മുടെ ഉള്ളിൽ നാം വെച്ചിരിക്കുമ്പോൾ, യേശു കർത്താവിനെ എപ്പോഴും നമ്മോട് കൂടിയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ യേശു ക്രിസ്തുവിന് ഹിതമാവണം നാം ജീവിച്ച്, ആമേൻ, ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമുള്ളവരാൽ വിശ്വാസത്തിൽ നിലനിന്ന് ഉപദേശത്തിൽ നാം നിലനിൽക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കി തീർക്കും. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. അതേനാഥ, ശാശ്വതമായൊരു പാറ ഞങ്ങൾക്കുണ്ട്. അങ്ങ് ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ മാംസം ഹൃദയം ക്ഷണിച്ചു പോയാലും, അവൻ മാനസികമായി ശാരീരികമായി ഏതൊക്കെ നിലവാരത്തിൽ ഞങ്ങൾ തളർന്നു പോയാലും കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ പാറയായി, ഹൃദയത്തിൻ്റെ ഓഹരിയായി അങ്ങ് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ നാടുകൾ അങ്ങേ വിട്ട് അകന്നു പോകുന്നവരായിട്ടല്ല, അങ്ങയോട് കൂടുതലായി അടുത്ത് ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും വർണ്ണിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ നാടുകളിൽ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യരായ വചനം കർത്താവെ, സ്തോത്രം, സ്തോത്രം, വചനം കേട്ട് വചനപ്രകാരം ഞങ്ങൾ ജീവിച്ച് കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഏകത്തിലും ബലത്തിലുമുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Have a wonderful day.